നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു ഉണ്ണി ഊത്തപ്പമാണ്. വെൽക്കം ടു ദ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഒണിയൻ ഊത്തപ്പമാണ്. ഒണിയൻ ഊത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് കത്തിച്ച് ഒരു ദോശപ്പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു ദോശ ഉണ്ടാക്കുന്നതിനെക്കാട്ടി കുറച്ച് കട്ടിക്ക് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ. നമ്മൾ ദോശയ്ക്ക് ഒരു തവി മാവാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ഊത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 തവി മാവ് ഒഴിച്ചു കൊടുക്കുക. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഒരുപാട് നൈസാക്കണ്ട, ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ദോശമാവിൽ ഇതുപോലെ കുമിളകൾ വന്നതിന് ശേഷം നമുക്ക് ഒണിയൻ ചേർത്ത് കൊടുക്കാം. ഒണിയൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മല്ലിയില മേലെ ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യ് ഇങ്ങനെ തൂവി കൊടുക്കാം. ഇത് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കാരണം ഒണിയതൊന്ന് അടർന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് മെല്ലെ ഒരു തവി കൊണ്ട് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? പ്രസ് ചെയ്ത് കൊടുത്ത് ഒരു ഭാഗം ആയതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കണം. ഇങ്ങനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒണിയൻ ഊത്തപ്പം ഉണ്ടാക്കാം. പിന്നെ ക്യാരറ്റ് ചേർത്തിട്ട് ബീൻസ്, ക്യാരറ്റ്, പച്ചമുളക് ഇതെല്ലാം ചേർത്തിട്ട് വെജിറ്റബിൾ ഊത്തപ്പം കൂടെ ഉണ്ടാക്കാം. ഇത് ഒണിയൻ ഊത്തപ്പമാണ്. അത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഊത്തപ്പം നന്നായിട്ട് മറിച്ചിട്ട് കൊടുത്തതാണ്. മറുവശവും ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതെടുക്കാം. ഇതാ ഈ രൂപത്തിലായിട്ടുണ്ട്. കറക്റ്റായിട്ട് മല്ലിയിലയൊക്കെ വാടി ഊത്തപ്പം ഓക്കെ ആയിട്ടുണ്ട്. ഊത്തപ്പം, സാമ്പാർ, ചട്നി, ടൊമാറ്റോ ചട്നി ഇവയോടൊപ്പം കഴിക്കാൻ അടുത്തതും കൂടെ ഉള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് മല്ലിയില, വെളിച്ചെണ്ണ എല്ലാം ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതൊരു വശം വെന്ത് കഴിഞ്ഞ ശേഷം മറിച്ചിടാം. അങ്ങനെ ഊത്തപ്പം റെഡി ആയിട്ടുണ്ട്.